വിദ്യാഭ്യാസ കരകൗശല മേഖലകളിൽ പുതിയ ചുവടുവെപ്പുമായി സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ് അലയൻസ് യൂണിവേഴ്സിറ്റിയുമായി കൈകോർക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇരു സ്ഥാപനങ്ങളും ധാരണാപത്രം ഒപ്പുവെച്ചതായി മാനേജ്മെന്റ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരമ്പരാഗത കരകൗശല വിദ്യകളെയും കലകളെയും ആധുനിക വിദ്യാഭ്യാസ പ്രക്രിയയുമായി സമന്വയിപ്പിച്ചുകൊണ്ട് ഇരിങ്ങലിലെ സർഗാലയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് പുതിയൊരു കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ്. ഇന്ത്യയിലെ മുൻനിര സർവകലാശാലകളിലൊന്നായ ബാംഗ്ലൂരുവിലെ അലയൻസ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് ക്രാഫ്റ്റ് ഡിസൈൻ അധിഷ്ഠിത വിദ്യാഭ്യാസ ഗവേഷണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് സർഗാലയ തുടക്കമിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇരു സ്ഥാപനങ്ങളും ധാരണാപത്രം ഒപ്പുവെച്ചതായി സർഗാലയയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ ഔദ്യോഗികമായി പുറത്തുവിട്ടു. കല, കരകൗശലം, വിനോദസഞ്ചാരം, ഡിസൈൻ, വിദ്യാഭ്യാസം, ഗവേഷണം എന്നീ മേഖലകളിൽ പരസ്പര സഹകരണത്തിനായി ഇരിങ്ങലിലെ സർഗാലയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജും ബാംഗ്ലൂരു അലയൻസ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചത്. അലയൻസ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ എം വിശ്വനാഥ് അയ്യയും സർഗാലയ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ രാജേഷ് ടി കെയും കരാറിൽ ഒപ്പുവെച്ചു. പരമ്പരാഗത കരകൗശല രൂപങ്ങളെയും ഡിസൈൻ അക്കാദമിക്സിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പുത്തൻ വിദ്യാഭ്യാസ മാതൃകയാണ് ഈ പങ്കാളിത്തത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേവലം ഒരു വിനോദസഞ്ചാര കരകൗശല കേന്ദ്രം എന്നതിനപ്പുറം ഡിസൈൻ പഠനത്തിനും ഗവേഷണത്തിനുമുള്ള ഒരു മുൻനിര അക്കാദമിക് ഹബ്ബായി സർഗാലയ മാറുന്നതിൻ്റെ പ്രഖ്യാപനമാണ് ഈ ധാരണാപത്രം. വിദ്യാർത്ഥികൾക്ക് പ്രായോഗികമായ ക്രാഫ്റ്റ് ഡിസൈൻ വിദ്യാഭ്യാസവും തൊഴിൽ സാധ്യതകളും ഉറപ്പുവരുത്താൻ ഈ സഹകരണം വഴി തുറക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് മീറ്റിൽ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ അലയൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബി പ്രീസ്റ്റൽ ഇഷാൻ, ഇന്ത്യൻ നോളജ് സിസ്റ്റം ഡയറക്ടർ ഡോക്ടർ എ എം ശ്രീധരൻ, അലയൻസ് സ്കൂൾ ഓഫ് പെർഫോമിംഗ് വിഷ്വൽ ആൻഡ് ക്രിയേറ്റീവ് ആർട്സ് മേധാവി ഡോക്ടർ ശ്രുതി ചന്ദ്രശേഖരൻ, IQAC ഡയറക്ടർ ഡോക്ടർ ആതിര പി കൈമൾ, സർഗാലയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാരോൺ വീട്ടിൽ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ രാജേഷ് ടി കെ എന്നിവർ പങ്കെടുത്തു. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഈ ഫെസിലിറ്റീസ് ഒന്ന് കാണാനായിട്ടാണ് വന്നത്. ഇവിടുത്തെ നമുക്ക് ഇങ്ങനെ കൊലാബറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന രീതിയിൽ തുടങ്ങിയതെന്ന് വെച്ചാൽ അലയൻസ് യൂണിവേഴ്സിറ്റി ഞങ്ങൾക്കൊരു ലിറ്റററി ഫെസ്റ്റിവൽ ഉണ്ട്. ആ ലിറ്റററി ഫെസ്റ്റിവലിൽ കഴിഞ്ഞ പ്രാവശ്യം ആൾമോസ്റ്റ് ഒരു 120 റൈറ്റേഴ്സും ഒരു 25 കൺട്രീസും ഡിഫറെന്റ് ആൾക്കാർ വന്നിരുന്നു. രാജേഷ് ശർമ്മ ആ ഒരു പ്രോഗ്രാം വന്നിരുന്നു. അന്ന് അവിടുത്തെ ഫെസിലിറ്റീസ് കണ്ടിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എങ്ങനെ നമുക്ക് കൊലാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ കണ്ടതെന്നാണ് വെച്ചാൽ ഇവിടെ 22+ യൂണിറ്റ്സ് ഉണ്ട്. ഞങ്ങൾ അലയൻസ് യൂണിവേഴ്സിറ്റിയിൽ ഡിസൈൻ സ്കൂൾ ഞങ്ങൾക്ക് നമ്മൾ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കുറച്ച് പറയാം. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി മെയിൻ ആയിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് ബിസിനസ് സ്കൂൾ, മാനേജ്മെന്റ് സ്റ്റഡീസ്, MBA യും BBA യും, പിന്നെ ലോ ഉണ്ട്. ലോയിൽ നമ്മൾ BBA LLB, BA LLB, പിന്നെ LLM ഉണ്ട്. പിന്നെ എഞ്ചിനീയറിംഗിൽ ആൾമോസ്റ്റ് എല്ലാ ഫീൽഡ്സും ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, എയറോസ്പേസ്, ക്വാണ്ടം കമ്പ്യൂട്ടർ, അതിനെക്കുറിച്ച് കുറച്ചുകൂടെ പറയാം. അതിൽ ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയ സ്കൂളാണ് പെർഫോമിംഗ് ആർട്സ്, ഡിസൈൻ ആൻഡ് ലിബറൽ ആർട്സ്. അപ്പോൾ ആ ഡിസൈൻ സ്കൂളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒന്നെന്ന് വെച്ചാൽ പിള്ളേർക്ക് നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിപ്പിക്കും. പക്ഷെ ഡിസൈനിൽ ആ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ആൾക്കാർ ഇരിക്കുന്നത് മോസ്റ്റ്ലി റൂറൽ ഏരിയാസിലാണ്. ഈ ഇത്രയും പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റി നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ കൊച്ചു ഗ്രാമത്തിലേക്ക് വരിക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അതും ഇന്ത്യയിലെ മികച്ച NAAC A+ ഗ്രേഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ UGCയുടെ ഏറ്റവും മികച്ച ഗൈഡ് ലൈനിലൂടെ വന്ന് അതിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ജനങ്ങളിലേക്ക്, കുട്ടികളിലേക്ക് എത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഗ്രേഡിംഗ് ആണ്. ആ ഗ്രേഡിംഗ് നേടിയ ഒരു സർവകലാശാലയാണ് അലയൻസ് യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, സർഗാലയെ സംബന്ധിച്ചിടത്തോളം. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രത്യേക കാര്യം വെച്ചാൽ നമ്മൾ സർഗാലയ അടുത്ത ഘട്ടത്തിലോട്ട് വികസനം നടത്തുമ്പോൾ അത് എല്ലാരെയും ഉൾക്കൊണ്ടുകൊണ്ടാവണം എന്നും പുതുതലമുറ നമ്മൾ ഈ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് രംഗത്തേക്ക് വരണം എന്നുള്ള ഒരു താല്പര്യവും ഇതിലുണ്ട്. അപ്പം ഈ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു MOU അതിനൊരു പുതിയ ഒരു മൈൽ സ്റ്റോൺ കൂടിയാണ്. കാരണം പുതുതലമുറ ഇത്തരം കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമാണ് സുസ്ഥിരമായിട്ട് നമുക്ക് ഇതിനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ നമ്മുടെ നെയ്ത്തായാലും, നമ്മൾ ഒരു നെയ്ത്ത് ഗ്രാമം ഇതിനടുത്തുണ്ട്. ഇപ്പൊ ഹാൻഡ്ലൂമിന്റെ വൈവിധ്യങ്ങളായ മേഖലകളെ കുറിച്ച് നമുക്കിപ്പോഴും അറിവില്ല. നമ്മളിപ്പോഴും നെയ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുണ്ടോ സാരിയോ അല്ല, അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പൊ അതിൽ വൈവിധ്യവൽക്കരണം നടക്കുന്നുണ്ട്. അതിലൂടെ കൂടുതൽ വരുമാനം നെയ്ത്തുകാരിലേക്ക് എത്തണം. എന്നാലേ നെയ്ത്ത് നടത്തുന്ന ആൾക്കാർക്ക് അതിനെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. പുതുതലമുറയിലെ ആളുകൾ ഇതിലേക്ക് ഇൻവോൾവ് ആകുള്ളൂ. നമ്മൾ കാണുന്നതിനേക്കാളും വലിയ വലിയ ഓപ്പർച്യൂണിറ്റി ലോകം മുഴുവൻ നമുക്കുണ്ട്. അപ്പം ഇപ്പം എന്നെ കുറിച്ച് പറയാൻ തന്നെ ഇപ്പം പല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും, ഈവൻ ഒരു 66 രാജ്യങ്ങളിൽ പോലും ഞാൻ യാത്ര ചെയ്ത് വർക്ക് ചെയ്തതാണ്. അപ്പൊ ഞാൻ ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട ഒരു താല്പര്യം വന്നത് ഈ പ്രൊജക്ടിന്റെ ഒരു
വിഷൻ കണ്ടിട്ടില്ല. നേരത്തെ സാറ് പറഞ്ഞ പോലെ എന്നെ ഇംപ്രസ് ചെയ്തത് ആ വിഷനാണ്. ഈ ധാരണാപത്രത്തിലൂടെ വിവിധ തരത്തിലുള്ള സഹകരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ അലയൻസിന്റെ ഡിസൈൻ സ്കൂളുണ്ട്. ആ ഡിസൈൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ നമ്മുടെ ക്യാമ്പസിലേക്ക് എത്തും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ തന്നെ ഇവിടെ എത്തിയ ശേഷം നമ്മോട് ഷെയർ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ അന്താരാഷ്ട്ര കലാകരകൗശല മേള സർക്കാർ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നതാണ്. ഇതിന് 13 എഡിഷൻ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അലയൻസിലുള്ള നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഇവന്റാണ് എല്ലാ വർഷവും നടത്തുന്ന അലയൻസ് ലിറ്റററി ഫെസ്റ്റിവൽ. ഈ വർഷം നമുക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. അത് അലയൻസ് ലിറ്റററി ഫെസ്റ്റിവൽ സർക്കാരിയുടെ അന്താരാഷ്ട്ര കലാകരകൗശല മേളയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു സംയുക്തമായ അതിനെ ഒരു പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ ഒരു വിനിമയ പരിപാടി കൂടി നമ്മൾ ആലോചിച്ച് ഇന്നലെ ചർച്ചയിൽ ഒരു അഭിപ്രായം ഏർപ്പെടുത്തിയിരുന്നു. ഈ വന്ന ധാരണാപത്രം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളിലേക്ക് പ്രവർത്തനത്തിന്റെ ഒരു തുടക്കം മാത്രമാണ്. നമ്മൾ ബഹുമാനപ്പെട്ട CEO ഇത് ചാർജ് എടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട CEO അദ്ദേഹത്തെ കൂടി നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് മുമ്പായി പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ നിർണായകമായ പദവികൾ വഹിച്ചു വരുന്ന വളരെ കാര്യക്ഷമമായ രീതിയിൽ ഈ മേഖലയിൽ നല്ല തരത്തിലുള്ള പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വിദഗ്ധൻ കൂടിയാണ്. ടൂറിസം മേഖലയിലെ വിദഗ്ധൻ കൂടിയാണ്. അത് 2 വർഷത്തോളം കൂടുതൽ കാലം നമ്മുടെ തിരുവനന്തപുരം DTPCയുടെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയുടെ അസിസ്റ്റന്റ് PS ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇപ്പം അദ്ദേഹം മുസ്ലിം ഹെറിറ്റേജ് പ്രോജക്ട്സിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള മുസ്ലിം ഹെറിറ്റേജ് ടൂറിസം പ്രോജക്ടിന്റെ മാനേജിംഗ് ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. ഇന്നലെയാണ് അദ്ദേഹം ഇവിടെ റിലീവ് ചെയ്ത് ഇന്ന് ഔദ്യോഗികമായി ഇന്ന് സർക്കാരിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ചുമതലയേറ്റിരിക്കുകയാണ്. ആ ഒരു സുദിനത്തിൽ തന്നെയാണ് നമ്മുടെ ഒരു വലിയൊരു ഈ ദിശയിൽ, അതായത് നമ്മുടെ സർക്കാരിയുടെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അസോസിയേഷനുകൾ നമ്മുടെ സർക്കാരിൽ നമുക്ക് എല്ലാവർക്കും അറിയാം വലിയൊരു ചുവടുവെപ്പിലേക്ക് മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇതിന് അടിസ്ഥാന സൗകര്യ വികസനം കേന്ദ്ര സർക്കാരിന്റെ വിനോദസഞ്ചാര മന്ത്രാലയത്തിന് കീഴിലുള്ള 95.94 കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഇവ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഒരു ലോക നിലവാരമുള്ള ഏറ്റവും മികച്ച ഈ മേഖലയിലെ ഒരു സ്ഥാപനമായി സർക്കാരിയെ മാറാൻ പോവുകയാണ്. അപ്പോൾ സർക്കാരിയുടെ ഒരു കൾച്ചറൽ ടൂറിസം സെന്ററായിട്ട്, സാംസ്കാരിക ടൂറിസം കേന്ദ്രമായിട്ട്, കേരളത്തിലെ ഒരു കൾച്ചറൽ ടൂറിസം വില്ലേജായിട്ട് രൂപാന്തരം വരുന്ന ഒരു മഹത്തായ ഒരു പദ്ധതിയുടെ ഒരു വികസന കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള നമ്മുടെ ലോകോത്തരമായ സ്ഥാപനങ്ങളുമായിട്ടുള്ള സംയോജിതമായിട്ടുള്ള സർവകലാശാലകളിൽ 25 താഴെ റാങ്ക് ചെയ്യപ്പെട്ട സർവകലാശാലകളിൽ ഒന്നാണ് അലയൻസ് യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ 12 വൈസ് ചാൻസലർമാരിൽ ഒരാളാണ് നമ്മളോടൊപ്പം ഇന്നുള്ള പ്രീസ്ലി ഷാൻ ബോസ്. 14,000 വിദ്യാർത്ഥികൾ ഇന്ന് അലയൻസ് സർവകലാശാലയിൽ പഠിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകളെ കുറിച്ച് വൈസ് ചാൻസലർ സൂചിപ്പിച്ചു. ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ലോ കോളേജ്, മറ്റൊരു ഭാഗത്ത് മാനേജ്മെന്റ് സ്റ്റഡീസിനുള്ള സൗകര്യം, എഞ്ചിനീയറിംഗ് വിഭാഗം വേറൊരു ഭാഗത്ത്, ലിബറൽ ആർട്സിനുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ മറ്റൊരു ഭാഗം. ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലാണ് പെർഫോമിംഗ് ആർട്സിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ തച്ചുശാസ്ത്ര വൈദഗ്ധ്യം അതേപടി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാരെയും പണ്ഡിതന്മാരെയും അങ്ങോട്ടേക്ക് ആകർഷിക്കുവാൻ പെർഫോമിംഗ് ആർട്സിന് സാധിക്കുന്നു.
ഈ പെർഫോമിംഗ് ആർട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളെ വിപുലമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ സർഗാലയുമായിട്ട് ധാരണാപത്രം ഒപ്പിടാൻ തീരുമാനിക്കുകയും 1-2 വർക്ക്ഷോപ്പുകൾ ഇവിടെ വെച്ച് നടത്തുകയും ചെയ്തത്. പക്ഷെ ആദരണീയനായിട്ടുള്ള വൈസ് ചാൻസലറോടൊപ്പം ഇവിടെ വന്ന സന്ദർഭത്തില് ചിത്രം കുറെ കൂടി വിപുലമായി മാറുകയാണ് ഉണ്ടായത്. നമുക്കവിടെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ കുട്ടികൾക്ക് പുറം ലോകത്തെ കുറിച്ചുള്ള, നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ചുള്ള ധാരണ എങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, എങ്ങനെ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വാതിലുകൾ തുറന്നു കൊടുക്കാം, നമ്മുടെ സംസ്കാരത്തിലേക്കും നമ്മുടെ കരകൗശല വിദ്യയിലേക്കും നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കലാരൂപങ്ങളിലേക്കും ആയോധന കലകളിലേക്കും ഒക്കെ എങ്ങനെ പുതിയ വാതിലുകൾ തുറന്നിട്ട് കൊടുക്കാം എന്നുള്ള സജീവമായിട്ടുള്ള ആലോചന ഇന്നലെ ഇവിടെ നടക്കുകയുണ്ടായി.